ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ ആയുധപ്പുരകൾ ഇറാൻ യുദ്ധത്തിൽ കാലിയാവുകയാണോ? 5 മാസമായി തുടരുന്ന ഈ സംഘർഷം അമേരിക്കൻ പ്രതിരോധ തന്ത്രങ്ങളുടെ അടിത്തറ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. റോയിട്ടേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്കയുടെ ലോങ് റേഞ്ച് ദൂരപരിധിയിലുള്ള മിസൈൽ ശേഖരത്തിന്റെ സിംഹഭാഗവും ഇതിനകം തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു എന്നതാണ്. സർഫസ് ടു സർഫസ് മിസൈലുകൾ അഥവാ ശത്രുക്കളുടെ കരയിലെ ലക്ഷ്യങ്ങൾ കൃത്യമായി തകർക്കാൻ ഉപയോഗിക്കുന്ന മിസൈലുകളായ ATACMS, PRSM എന്നിവയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. സുരക്ഷിതമായ അകലത്തിൽ നിന്ന് കൃത്യതയോടെ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ അമേരിക്ക ആശ്രയിച്ചിരുന്ന ഈ അത്യാധുനിക ആയുധങ്ങളുടെ സ്റ്റോക്ക് ഏതാണ്ട് പൂർണ്ണമായി തന്നെ തീർന്നു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞു വെക്കുന്നത്. വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും സത്യമതല്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഈ മിസൈലുകൾക്ക് $10 ലക്ഷം വില വരുന്നത്. ശത്രുക്കളുടെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിക്കാൻ ഇത് അമേരിക്കയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ ലക്ഷ്യങ്ങൾ തകർക്കാൻ ഉക്രൈനിയൻ സേനയ്ക്ക് തുണയായത് US നൽകിയ ഈ ATACMS മിസൈലുകളാണ്. ഈ മിസൈലുകളാണ് ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ ഇല്ലാതിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെബ്രുവരിയിൽ ഇസ്രായേലുമായി ചേർന്ന് ഇറാനെതിരെ സൈനിക നീക്കം ആരംഭിക്കുമ്പോൾ ഈ സംഘർഷം പെട്ടെന്ന് അവസാനിക്കുമെന്നായിരുന്നു US-ന്റെ കണക്കുകൂട്ടൽ. എന്നാൽ യുദ്ധം വീണ്ടും നീണ്ടുപോയതോടെ സ്ഥിതിഗതികൾ മറിയുകയായിരുന്നു. റഷ്യയും ചൈനയും പോലുള്ള വൻ ശക്തികൾ ഉടനെ അമേരിക്കയ്ക്കെതിരെ തിരിയുകയാണെങ്കിൽ ഈ ആയുധ ദൗർലഭ്യം പെന്റഗണിന് വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. കര ആയുധങ്ങൾ തീർന്നത് കാരണം ഇറാനെതിരെ വലിയ ആക്രമണം നടത്താൻ വേണ്ടി അമേരിക്ക ഇനി കൂടുതൽ അപകട സാധ്യതയുള്ള പൈലറ്റ് ബോംബിംഗ് മിഷനുകളെ ഒരുപക്ഷെ ആശ്രയിക്കേണ്ടി വന്നേക്കാമെന്ന് ചില റിപ്പോർട്ടുകൾ നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് ആക്രമിക്കാനുള്ള ആയുധങ്ങൾ മാത്രമല്ല കേട്ടോ തീർന്നത്. പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന നിർണായക മിസൈലുകളുടെ അവസ്ഥയും അതിഗുരുതരമാണ്. പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം യുദ്ധം തുടങ്ങി ഏതാനും മാസങ്ങൾക്കകം തന്നെ അമേരിക്കയുടെ ഇന്റർനാഷണൽ പാട്രിയോട്ട് ഇന്റർസെപ്റ്റ് ശേഖരത്തിന്റെ 65% ചിലവഴിക്കപ്പെട്ടത്. ശത്രുക്കൾ തൊടുത്തുവിട്ട മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ച് നശിപ്പിക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന പ്രതിരോധ മിസൈൽ സംവിധാനമാണ് ഇത്. ഇതിന്റെ കുറവ് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും. ഇറാൻ യുദ്ധത്തോടെ ശത്രുക്കളുടെ ബാലിസ്റ്റിക് മിസൈലുകളെ ചേർക്കുന്ന താഡ് സംവിധാനങ്ങളുടെ സ്റ്റോക്കും 38% ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും തൊടുക്കുന്ന ടോമോഹോങ് ക്രൂയിസ് മിസൈലുകളുടെ പകുതിയോളം സ്റ്റോക്കും ഈ ചുരുങ്ങിയ കാലയളവിൽ US ഉപയോഗിച്ച് തീർത്തു. തങ്ങളുടെ പക്കൽ ലോകത്തിലെ മറ്റാരെക്കാളും ആയുധങ്ങളുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ലോക്ഹീഡ് മാർട്ടിൻ, റേഡിയേഷൻ പോലുള്ള പ്രതിരോധ നിർമ്മാണ കമ്പനികൾക്ക് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ ആവശ്യം നിറവേറ്റാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ അനലിസ്റ്റുകൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഇറാനെതിരെയുള്ള ഈ കടന്നുകയറ്റം അമേരിക്കയുടെ ആയുധപ്പുരകളെ എത്രത്തോളം വേഗത്തിലാണ് കാലിയാക്കിയത് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് മുൻപ് പറഞ്ഞ ഡേറ്റകളെല്ലാം. മിസൈൽ ശേഖരം അപകടകരമായ വിധം കുറഞ്ഞത് കാരണം കഴിഞ്ഞ ആഴ്ച ഇറാനെതിരെ തീരുമാനിച്ച വലിയൊരു ആക്രമണത്തിൽ നിന്ന് ട്രംപ് പിന്മാറിയതായും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. US കോൺഗ്രസിന്റെ ഔദ്യോഗിക അനുമതി പോലുമില്ലാതെ തുടങ്ങിയ ഈ മിഡിൽ ഈസ്റ്റ് സംഘർഷം അമേരിക്കയുടെ സൈനിക തന്ത്രങ്ങളെ വലിയ രീതിയിലാണ് ഉലച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്.